ഇനിയേ ഞാൻ ദുബായിലേക്ക് 2 മാസം കഴിഞ്ഞേ പോന്നുള്ളൂ. അതുവരെ ഈ അയൽക്കൂട്ടൊന്ന് ശരിയാക്കി എടുക്കണം. ഓ, മോള് വിഷമിക്കാതെ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ശരി രാധമ്മേ. വാ അമ്മേ. ഇവളുടെ ഭർത്താവിന്റെ അച്ഛനെ ഒരു പുളുന്താന. അവനെ ഞാൻ അറിയും. റിലേഷൻ ഒന്നുമില്ല. ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ക്രിയേറ്റ് ചെയ്തതല്ലേടാ. എന്തായാലും ഭയങ്കര കാര്യമാണ് കേട്ടോ. ചുമ്മയല്ല മലവിഴുങ്ങിയാണെന്നും മനവിഴുങ്ങിയാണെന്നൊക്കെ നാട്ടുകാര് പറയുന്നത്. നീ കൊത്തി കൊത്തി മുറത്തിക്കറി കൊത്തുവാണോടാ. കുറച്ച് ഫ്രീഡം തോന്നുന്നു കരുതി എന്റെ തലക്കറി ചൊറിഞ്ഞാലുണ്ടല്ലോ, നിന്റെ തല ടാറിട്ട റോഡിൽ കിടന്ന് ഉരുളും. മനസ്സിലായടാ? പൊടിയാടി. സോറി സാർ. സാറേ, നമ്മൾ നോക്കി നാളെ വരുന്നുണ്ട്. അനന്തപിള്ള സാർ വലിയ ഭാഗ്യവാനാ. എടോ, താനത് ഇപ്പോഴാണോ അറിയുന്നേ? സാധാരണ കളക്ടർമാരൊന്നും ഞങ്ങളോട് ആരെക്കുറിച്ച് ഒന്നും ചോദിക്കാറില്ല. ഇനിയിപ്പോ സാറിന്റെ ലക്കോണ്ട് മാഡം എന്നോട് സാറിനെ കുറിച്ച് ചോദിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞതിന്റെ 10 ഇരട്ടിയാക്കി ഞാൻ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നൈസ്. ഉപകാരത്തിനുള്ള പ്രതിഫലം ക്യാഷ് ആയിട്ട് വേണോ അതോ അക്കൗണ്ടിൽ വേണോ? ഞാൻ വേറൊരു അക്കൗണ്ട് നമ്പർ സാറിന് മെസ്സേജ് ചെയ്യാം, അതിലേക്ക് അയച്ചാൽ മതി. ഓ, നൈസ്. നിങ്ങൾ ഈ ദുബായിലും ഷാർജയിലും ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വന്നപ്പോ എന്റെ കൊച്ചിന് എന്തെങ്കിലും കൊണ്ടുവന്നോ? നിങ്ങളുടെ കൊച്ചുമോളല്ലേ ഐഷു? നീ എന്നെ അച്ചാമ്മ സ്നേഹം ഒന്നും പഠിപ്പിക്കണ്ട. എന്റെ കൊച്ചിനുള്ളതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാക്കറ്റ് പൂത്ത ബദാം ആയിരിക്കും. ഓ, ഒത്തിരി ഒന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. കാരണം പെട്ടെന്നല്ലേ ഞാൻ അവിടെ നിന്ന് മുങ്ങിയത്. അപ്പൊ നിങ്ങൾ അവിടുന്ന് മുങ്ങിയതാണോ? അത് ശരി. എന്റെ ദൈവമേ, ഇനി ദുബായ് പോലീസ് അങ്ങനെ ഇവരെ തിരക്കി ഇങ്ങോട്ട് വരുമോ? എന്നെ ഒരു പോലീസും അന്വേഷിച്ചു വരത്തില്ല. പിന്നെ നീയും നിന്റെ കെട്ടിയവനും പോലീസ് പിടിയിലാവാതിരുന്നാ മതി. എഴീ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ മരുമോളല്ലേ. അതുകൊണ്ട് ഞാൻ ചില ഉപദേശങ്ങൾ തന്നേക്കാം. കാര്യം നിന്റെ ഭർത്താവ് ഊളന് ലോട്ടറി അടിച്ചതുപോലെ പെട്ടെന്നൊരു മന്ത്രിയുടെ PA ആയി മാറി. എരന്നു തിന്നിരുന്ന നീയും അവനും ചില രാഷ്ട്രീയക്കാരെ പോലെ തുറന്നു തിന്നാനും തുടങ്ങി. ഞങ്ങൾ ആരെയും തുറന്നിട്ടൊന്നുമില്ല. ഗ്രേഡ് കൂടിയപ്പോ ആ രീതിയിൽ അങ്ങ് ജീവിച്ചു. ഇപ്പൊ ഉള്ള ഗ്രേഡ് ചീഞ്ഞ കൂഴച്ചക്ക പോലെയാ. ഏത് സമയത്തും അത് ദമ്മെന്നും പറഞ്ഞ് താഴെ വീണ് പൊട്ടിച്ചെതറും. അത് കാക്കയും കൊത്തും. ഞാൻ പറഞ്ഞു വന്നത് നിന്റെ അഹങ്കാരം ഇമ്മിണിയൊന്നും അല്ല. അതൊരിത്തിരി കുറച്ചാ നിനക്ക് തന്നെ കൊള്ളാം. ഇതെന്തോന്ന് ഹനുമാൻ മരുത്വാമലയും ചുമന്നുകൊണ്ട് വരുന്നത് പോലെ വേണുവാച്ചാൻ വരുന്നു. എത്ര അവന്മാരുടെ കാല് പിടിച്ചിട്ട് അത് കിട്ടിയെന്നറിയോ? ഈ ഒരു സാധനത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവൂല. എടി രാധേ, എടി ദേ ഓടി വാടി, ഗ്യാസ് കിട്ടി. ഓ, ഇവിടെ വിളിച്ച് തളർന്നല്ലോ. ഓടി വാടി. കിട്ടി വേണുവേട്ടാ. ഓ, നീ എന്താടി വല്ല കല്യാണത്തിനും പോണ്ടോ അണിഞ്ഞൊരുങ്ങി നിക്കണത്? ഇന്ന് അയൽക്കൂട്ടത്തിന് മീറ്റിംഗ് കൊണ്ട് വേണുവേട്ടാ. ഞാൻ അതിന് പോവാ. അയ്യോ, അയൽക്കൂട്ടത്തിലെ മീറ്റിംഗ് ഉണ്ടോ? അയ്യോ, എനിക്കും കൂടെ വരണമല്ലോ. അമ്മ എന്തിനാ വരുന്നേ? അല്ല, ഞാനും ഈ കുടുംബത്തിലൊരു സീനിയർ മെമ്പർ അല്ലേ. വന്നില്ലെങ്കിൽ മോശമല്ലേ. അയൽക്കൂട്ടത്തിലെ മുഴുവൻ പെണ്ണുങ്ങളാ. ഇവര് വരുന്നതേ പരദൂഷണം പറയാനും പട പിടിപ്പിക്കാനുമാ. ഇവിടെ എത്ര ഭയങ്കരിയാ. പെട്ടെന്ന് സത്യങ്ങൾ വിളിച്ചു പറയും. എന്റെ പൊന്നോ, ഞാൻ വരുന്ന അതിനൊന്നുമല്ല. നമ്മളെ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളെ ഗൾഫിലെ ജീവിതം ഒന്ന് കണ്ടുപഠിക്കണം. അതൊക്കെ അവരൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. തള്ളി മറിക്കാനായി തള്ള എങ്ങോട്ട് വരുന്നത്? അതമ്മേ, പോവല്ലേ, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. അച്ഛൻ വിട്ടെ, ഇത് ഞാൻ എടുത്തു വെച്ചോളാം. കാക്ക മലർന്നു പറക്കാൻ തുടങ്ങിയോടി രാധമ്മേ. അതെന്താ വേണുവേട്ടാ? നമ്മുടെ മോള് മേലണങ്ങി ജോലി ചെയ്യാൻ തുടങ്ങി. അതൊക്കെ സോപ്പിംഗ് അല്ലേ?
ആ പിള്ളേര് വന്നല്ലോ. എന്താ മോളെ മുഖമല്ലാതിരിക്കണേ? എന്തു പറ്റി മോളെ? വർമ്മ സാറിനെ കുറിച്ച് ഓർത്തിട്ടാ ചെയ്യ വിഷമം. സാറാകെ നിരാശന. അതിപ്പോ ചോര നീരാക്കി കെട്ടിപ്പടുത്ത പ്രസ്ഥാനം ഇങ്ങനെ തകരുമ്പോ ആർക്കാടാ വിഷമില്ലാതെ വരിക? തകർന്നു പോവും. കൊലച്ചതിയല്ലേ ആ മലവിഴുങ്ങി അനന്തപിള്ള ചെയ്തത്. സാറവന് പണ്ട് അടി കൊടുത്ത് ഈ നാട്ടിൽ നിന്ന് ഓടിച്ചതാ. മോള് വിഷമിക്കാതെ, സാറിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. അതൊക്കെ നമുക്ക് മാറ്റാം മോളെ. നമുക്കെല്ലാവർക്കും കൂടി സംസാരിച്ച് ശരിയാക്കാം. ഈ ദിവസങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ കടന്നു പോകും. മോള് വിഷമിക്കാതെ. ഞാൻ റെഡിയായി കേട്ടോ. ഇവരെന്താ വയസ്സാം കാലത്ത് പിന്നെ ഒരു കല്യാണം കഴിക്കാൻ വേണോ? പുതിയ സാരിയൊക്കെ കൊടുത്ത് ഒന്ന് പോ ആശാനെ. തീവണ്ടിക്ക് തല വെച്ച കാര്യമൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഈ സാരി ഫാത്തിമ അൽ മൻസൂരി അജ്മാനിൽ നിന്ന് വാങ്ങിച്ചു തന്നതാ. നമുക്ക് പോകാൻ രാധമ്മേ. ഇവരമ്മയുടെ കൂടെ എവിടെ വരുന്നു? ഞാൻ അയൽക്കൂട്ടത്തിന് മീറ്റിങ്ങിന് പോവാ. അമ്മയ്ക്കും കൂടെ വരണമെന്ന്. ദൈവമേ, ഇന്നവിടെ എന്തെങ്കിലും നടക്കും. ഇനിയേ ഞാൻ ദുബായിലേക്ക് 2 മാസം കഴിഞ്ഞേ പോന്നുള്ളൂ. അതുവരെ ഈ അയൽക്കൂട്ടൊന്ന് ശരിയാക്കി എടുക്കണം. ഓ, മോള് വിഷമിക്കാതെ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ശരി രാധമ്മേ. വാ അമ്മേ. രാധമ്മേ, 1 മിനിറ്റ്, ഞാനിപ്പോ വരാം. ഇവിടെ ഇങ്ങനെ വെറുതെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കോലാഹലങ്ങൾ ഉണ്ടാക്കണം. മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ചില്ലെങ്കിൽ എന്താ ഒരു രസം. ലോക വിഷവടിയെ തന്നെ വിളിക്കാം. അല്ല, അവക്ക് മറ്റുള്ളവരെ പാര വയ്ക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഹലോ, ഞാനാ രുക്മിണി, മുണ്ടയ്ക്കൽ കൊച്ചമ്മിണി. ആഹാ, നിങ്ങൾ ഈന്തപ്പന ചെത്താൻ തിരിച്ച് ഗൾഫിൽ പോയില്ലേ? ഈന്തപ്പന ചെത്താൻ പോയത് നിന്റെ കെട്ടിയോ മൊട്ടത്തലയും കോപ്പില്ല.